നമസ്കാരം. പ്രിയപ്പെട്ട മീഡിയ വണ്ണിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രമോദ് രാമൻ ഈ അവാർഡ് സെറമണി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച മുദ്ര അവാർഡ്സ് 2026 ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ റോജി എം ജോൺ, എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ TJ വിനോദ് MLA, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെ മറ്റു പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, ഒരുപാട് പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ഒരു ചാനലാണ് മീഡിയ വൺ. ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് ഇന്ന് മീഡിയയിൽ ഒരു വലിയ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മീഡിയ വൺ. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും എല്ലാം അതൊരു യൂഷ്വൽ പാറ്റേൺ ആണ്. ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ അക്കാഡമിക് കരിയറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി വലിയ ദൂരം ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വലിയ യുഗത്തിൽ നിങ്ങൾ ഏത് പ്രൊഫഷനാണെങ്കിലും, ഏത് കോഴ്സ് ചെയ്താലും, ഏത് ജോലിയിൽ പ്രവേശിച്ചാലും എല്ലാം അവിടെ നിങ്ങൾ അപ്ഗ്രേഡഡ് ആവേണ്ട, അപ്ഡേറ്റഡ് ആകേണ്ട ഒരു കാലഘട്ടമാണ്. സോ ലേണിംഗ് വുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് തുടർന്നുകൊണ്ട് പോകേണ്ടി വരും. അതിനുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ് ഈ അവാർഡ്. പ്രോത്സാഹനം ഞങ്ങൾക്ക് ഇവിടെ മന്ത്രി പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ, പണ്ട് ആരും ഫ്ലെക്സ് അടിച്ച് വെക്കാറില്ല, പണ്ട് ആരും അവാർഡുകൾ തരാറില്ല. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനും MLAയും MP യും മീഡിയ വണ്ണും ഒരുപാട് ഓർഗനൈസേഷൻസ് നിങ്ങളെ ആദരിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ദിസ് ഈസ് എ ന്യൂ ബിഗിനിങ്. ഇത് ഒരിക്കലും നിങ്ങളുടെ അക്കാഡമിക്സിനെ അളക്കുന്ന ഒരു അളവ് പോലല്ല, മറിച്ച് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഊർജമായി ഈ അവാർഡിനെ കാണണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയികളായിട്ടുള്ള കുട്ടികൾക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.